അവിടെ എന്താ പ്രശ്നം? ഭർത്താവ് പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ട് ഭാര്യയ്ക്ക് MLA. ഇത് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. ബിന്ദു ടീച്ചറിന്റെ കാര്യത്തിൽ കേട്ടിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് റദ്ദ് ചെയ്യുന്നത്. ബിന്ദു ടീച്ചർ തൃശ്ശൂരിലെ മേയർ ആയിരുന്നു എന്നുള്ളത് അങ്ങ് മറന്നു കളയും. AWDയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്നുള്ളത് മറന്നു കളയും. അവരുടെ SFI DYFI പ്രവർത്തനങ്ങളെല്ലാം മറന്നു കളയും. ആരാ PK ശ്യാമള? ഈ ഗോവിന്ദ മാഷിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണോ ഈ PK ശ്യാമള രാഷ്ട്രീയം പഠിച്ചു തുടങ്ങിയത്? സർ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് SFIയുടെ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി മാറുകയും അതിനുശേഷം DYFIയുടെ സെക്രട്ടറി ആയിട്ട് മാറുകയും ജില്ലാ ചുമതലയിലേക്ക് വരികയും അതിനുശേഷം പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിച്ച് തളിപ്പറമ്പിലും പിന്നീട് ആന്തൂരിലും അധ്യക്ഷയായിട്ടുണ്ട്, നഗരസഭ അധ്യക്ഷയായിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. രണ്ടിടങ്ങളിലായിട്ടുണ്ട് അല്ലേ? ഇല്ലാത്തൊരു തർക്കത്തെ കുറിച്ചാണ് എനിക്കുണ്ട്. ഇന്ന് TK ഗോവിന്ദൻ വിസ്മരിക്കാൻ ശ്രമിച്ചത് PK ശ്യാമളയുടെ ഈ ചരിത്രമാണ്. 1978 പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഇവർ SFIയിലേക്ക് വരുന്നത് ഭാവിയിൽ ഗോവിന്ദ മാഷിന്റെ കല്യാണം കഴിക്കുന്നത് കണ്ടിട്ടാണോ? അതിനുശേഷം 1981-82 മട്ടന്നൂർ NSS കോളേജിൽ യൂണിയൻ വൈസ് ചെയർപേഴ്സണായിട്ട് മത്സരിച്ച് വിജയിക്കുന്നത് ഭാവിയിൽ MV ഗോവിന്ദ മാഷിനെ കല്യാണം കഴിച്ച് തളിപ്പറമ്പിലെയും ആന്തൂരിലെയും ഒക്കെ നഗരസഭയുടെ അധ്യക്ഷയായിട്ട് വരാമെന്നും പിന്നീട് MLA ആയിട്ട് മത്സരിക്കാമെന്നും കരുതിയിട്ടാണോ? TK ഗോവിന്ദൻ ഈ ചരിത്രം റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സംസാരിച്ചത് എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ എപ്പോഴും ഭർത്താവിൻ്റെ പിന്നിൽ കെട്ടിയിടുക. നമ്മൾ സാധാരണ പറയും ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ്റെ ഭാര്യ എന്ന് പറയില്ലല്ലോ ആരും. അമിതാഭ് ബച്ചൻ്റെ മരുമകളെന്ന് പറയില്ലല്ലോ. ഐശ്വര്യയുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പക്ഷേ CPMൽ വരുമ്പോഴോ ഒരു പാർട്ടി രാഷ്ട്രീയത്തിൽ വരുമ്പോഴോ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് പുരുഷന്റെ അസ്തിത്വം പറയും. എന്നിട്ട് നമ്മൾ പറയും സ്ത്രീക്ക് പ്രാതിനിധ്യം കുറവാണേ. CPMൽ ഒരു സ്ത്രീ സാന്നിധ്യം അവിടെയുണ്ട്. എതിർപ്പുണ്ടെങ്കിൽ അത് പാർട്ടി ഘടകത്തിലാണ് തീരുമാനിക്കുന്നത്. പാർട്ടി ഘടകത്തിലാണ് എതിർപ്പ് അറിയിക്കുന്നത്. ഒരിക്കലും ഭൂരിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ മേൽഘടകം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വിയോജിക്കാൻ കഴിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ചരിത്രത്തെ റദ്ദ് ചെയ്തുകൊണ്ടാണ് തളിപ്പറമ്പിൽ യഥാർത്ഥത്തിൽ TK ഗോവിന്ദൻ ഈ വിമർശനങ്ങൾ ഉയർത്തിയതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ്റെ ഈ വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ അർത്ഥത്തിൽ അടിസ്ഥാനരഹിതമാണ്.